പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് ടൈം വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വേഗത്തിൽ തന്റെ സഭയെ ചേർക്കുവാൻ വാനമേഘത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഒരു പുതിയ ദിവസം, നല്ല പ്രഭാതം യേശുവിനോടൊരുമിച്ച് നമുക്ക് ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആയുസ്സും ആരോഗ്യവുമെല്ലാം ദൈർഘിപ്പിച്ച് സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഇന്ന് ഈ പുതിയ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കാം. യേശുവേ ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ യേശുവേ, ശോകവേളയിൽ ആശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലവൻ. ഒത്തിരി വിചാരപ്പെട്ടുകൊണ്ട്, ഒത്തിരി വ്യാകുലപ്പെട്ടുകൊണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ, ഒത്തിരി വേദനകളുടെ നടുവിലൊക്കെയും ഈ പ്രഭാത സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവ് മാറ്റാൻ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാനിടയാകും. അതെ, കർത്താവിന്റെ തിരുവചനം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒത്തിരി മനോവിചാരങ്ങൾ വേദനപ്പെടുത്തിയും പലവിധ ആവശ്യത്തെ ചൊല്ലിയുള്ള ഭാരങ്ങൾ ഹൃദയത്തെ ഭരിക്കുകയും ചെയ്ത് ജീവിതം വളരെയധികം വിഷമകരമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പ്രാർത്ഥിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണെങ്കിലും പലർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സമയങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് പല കാര്യങ്ങളുടെ മേൽ ആകുലതയുണ്ടായി വളരെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാവും. ദൈവത്തിന്റെ വചനം ജനത്തിനത്ര ആശ്വാസമാണ്. കാരണം ദൈവവചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുക മാത്രമല്ല, ഈ വിചാരപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ
ഈ വിചാരപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെയും മറുപടിയുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ ഓർത്ത് നിങ്ങളിങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവവചനം പറയുന്നു, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സിൽ വിചാരപ്പെട്ട് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുവാനിടയാകാതെ ആ ഭാരമെല്ലാം യേശുവിലേക്കൊന്ന് ഏൽപ്പിച്ച് യേശു കർത്താവിന്റെ കരത്തിലേക്കൊന്ന് നൽകി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഫ്രീ ആയിരിക്കാം. ആ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നൊന്ന് ഫ്രീ ആയിരിക്കാം. കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എന്തിനാണ് വിചാരപ്പെട്ട് ഭാരപ്പെടുന്നത്. പകരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നോക്കിക്കേ, നമ്മുടെ പിതാവാണ് ദൈവം, നമ്മുടെ പിതാവാണ് ദൈവം. നമുക്കൊരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. നമ്മയെല്ലാം സൃഷ്ടിച്ച, നമ്മയെല്ലാം പരിപാലിച്ച്, നമ്മയെല്ലാം നന്നായി അറിയുന്ന, നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന നല്ലൊരു പിതാവാം ദൈവം നമുക്കുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ അപ്പനോട് തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ച്, ആ അപ്പൻ ആ കുഞ്ഞിന്റെ ആവശ്യം മനസ്സിലാക്കി, ആ അപ്പൻ ആ കുഞ്ഞിന് വേണ്ടത് നൽകി കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് വളരെ സന്തോഷമുണ്ടാകും. എന്നാൽ ആ കുഞ്ഞ് അപ്പനോട് തൻ്റെ ആവശ്യം അറിയിക്കാതെ, ആ കുഞ്ഞ് ഹൃദയത്തിൽ തൻ്റെ ആവശ്യങ്ങളെ ഓർത്തുള്ള ഭാരവും പ്രയാസങ്ങളും ഒക്കെ ഹൃദയത്തിൽ വഹിച്ചും കൊണ്ട് തൻ്റെ ജീവിതം തുടർന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ കുഞ്ഞിന്റെ ജീവിതം വളരെ പ്രയാസകരമല്ലേ? ആ കുഞ്ഞിന് പഠിക്കേണ്ടുന്ന കാര്യങ്ങളോടുള്ള ആവശ്യങ്ങളുണ്ട്. ഇച്ചിരിയും കൂടെ വളർന്നിരിക്കുന്ന ഒരു മകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. ഇത് അപ്പനോട് പറഞ്ഞാൽ അപ്പൻ അത് ചെയ്തു കൊടുക്കാം, അപ്പൻ അതിനുള്ള കഴിവുണ്ട്. എന്നാൽ ഈ മകൻ അപ്പനോട് അതൊന്നും അറിയിക്കാതെ മനസ്സ് വേദനിച്ച് തന്റെ ആവശ്യത്തെ ചൊല്ലി വിചാരപ്പെട്ട് തന്റെ ജീവിതം നയിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. എന്നാൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ മകൻ തന്റെ അപ്പനോട് തന്റെ ആവശ്യങ്ങൾ അറിയിച്ച്, ആ ആവശ്യങ്ങൾ അപ്പൻ അത് നടത്തി കൊടുക്കുമ്പോൾ ആ മകന് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധ്യമാണ്. ആകയാൽ ഒരപ്പൻ മകന് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നോട് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം പിതാവാം ദൈവമാണ്. ആ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ ദൈവം പ്രാർത്ഥിക്കുന്ന തന്റെ കുഞ്ഞിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആരൊക്കെ പ്രാർത്ഥിക്കുമോ അവർക്കൊക്കെ വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യരുത്? ഭാരപ്പെടരുത്. പകരം നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാനിടയാകണം. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ദിവസമായി മാറട്ടെ. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസമായി മാറട്ടെ. ആ അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന അപ്പനാണ്. ആ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന അപ്പനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്നേഹവാനായ അപ്പങ്കിലേക്ക് നോക്കി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പിതാവാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.
യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ഈ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകുന്നത്. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതിന് മുൻപേ ദൈവവചനം പറയുന്നു, സകല മനുഷ്യരും പാപികളാണെന്ന കൂട്ടത്തിൽ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മീക മരണത്തിന്റെ ഉടമകളായിരുന്നു. ആ ആത്മിക മരണത്തിന്റെ ഉടമകളായിരുന്നവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു വരുന്ന ഒരുവൻ, അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തു വിശ്വാസിയായതിനു ശേഷം എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കർത്താവായ യേശു മരിച്ചുവെന്നും എന്റെ പാപങ്ങൾക്കായിട്ടുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തുവെന്നും വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവപൈതൽ, പാപമോചനം പ്രാപിച്ച് ദൈവവചനം വായിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ആശയവിനിമയം നടത്താൻ ഒരു ദൈവപൈതലിന് സാധ്യമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. നാം യേശുവിനെ സ്നേഹിക്കുന്നവരാണെന്നാൽ ആഴമായ ഹൃദയത്തിൽ യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് സാധ്യമാകുന്നത്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, അല്ലെങ്കിൽ 5-6 വാക്യങ്ങളിൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആ യേശുക്രിസ്തുവാകുന്ന മധ്യസ്ഥനിലൂടെ പിതാവിങ്കലേക്ക് നമുക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പല ജീവിതത്തിലെ സമയങ്ങളും പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ പലവിധ വിചാരങ്ങളാൽ ഹൃദയം ഭാരപ്പെടുമേ, പലവിധമാകുന്ന പ്രശ്നങ്ങളാൽ നിരാശയുടെ ജീവിതം അനുഭവിക്കേണ്ടി വരും. പിശാചിനറിയാം പ്രാർത്ഥിക്കാനായിട്ട് സമയം അനുവദിക്കാതെ ജീവിതത്തിൽ കുറെ തിരക്കുകളിട്ട് കുറെ അധികം ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥനാ സമയം മാത്രം ഒന്ന് അപകരിച്ചെടുത്താൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പലതിനെ ചൊല്ലി വിചാരപ്പെടുവാൻ ഇടയാകുമെന്നും അവൻ അങ്ങനെ ജീവിതം തകർന്നുപോയി അവന്റെ ജീവിതം വളരെ പ്രയാസകരമാകുമെന്നും പിശാചിനറിയാം. അതുകൊണ്ട് പല തിരക്കുകളും പ്രാർത്ഥനാ സമയത്തിന് വിരോധമായിട്ട് കൊണ്ടുവന്നിടും. എന്നിട്ട് പതുക്കെ പതുക്കെ പ്രാർത്ഥന ജീവിതത്തിൽ സമയങ്ങൾ പ്രാർത്ഥിക്കുവാനില്ലാത്ത വിധം തന്റെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിപ്പോകും. അതുകൊണ്ടുണ്ടാകുന്നത് അവൻ നിരാശയുടെ ജീവിതം പിന്നീട് നയിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, ഭാരപ്പെടുന്നു. പല വിഷയങ്ങളെ ചൊല്ലിയുള്ള ആധിയാൽ തന്റെ ജീവിതം വിഷമകരമാകുന്നു. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനാ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ വേർതിരിക്കാൻ ഒരു ദൈവപൈതല് അവരുടെ ജീവിതം പ്രാർത്ഥനയ്ക്കായിട്ടും കൂടെ സമയങ്ങൾ വേർതിരിക്കുവാൻ ഇടയാകുമ്പോൾ അവന് നിരാശയോ ഭാരങ്ങളോ ഒന്നുമില്ല. അവന് വിഷമത്താൽ
മനസ്സിൽ വിചാരപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയില്ല. അവനറിയാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശു. നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാത്തൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിച്ച നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു നമുക്കായി സ്വർഗത്തിൽ ഉണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിമയായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവാം ദൈവത്തിന്റെ അടുക്കൽ ഇപ്പോഴുമുണ്ട്. നമുക്ക് പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനും സാധ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങുക. ഒരു അനുഗ്രഹമാണ്, അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ബ്ലെസ്സിംഗ് ടൈം യൂട്യൂബ് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുന്നവരാണ്. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സൂക്ഷിച്ച് പരിപാലിച്ച് ഞങ്ങളെ നന്നായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ, കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അവരുടെ ഭാരങ്ങളെ മാറ്റുകയും പ്രാർത്ഥനയിലിരുന്ന് അങ്ങയോട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെ കർത്താവേ മറുപടികൾ കണ്ടെങ്കിൽ സന്തോഷിക്കുവാൻ പ്രിയമുള്ളവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് പലവിധ വിഷയങ്ങളിൽ ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി ആവശ്യങ്ങളുടെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. അങ്ങ് നല്ല വൈദ്യനായി കൂടെ ഇരുന്ന് രോഗങ്ങളെ സൗഖ്യമാക്കുകയും ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുവാൻ എല്ലാവരെയും സഹായിക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന കർത്താവെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ആശയവിനിമയം നടത്തുവാൻ കർത്താവ് ഇടയാക്കുകയും പ്രാർത്ഥിച്ചതിനുള്ള മറുപടി നിശ്ചയമായിട്ട് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് മറുപടിക്കായി കാത്തിരുന്ന മറുപടി ലഭിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി. ഒരു പുതിയ ദിവസം ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ നൽകി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.